സുനിതയുടെ കല്യാണം നടക്കില്ല വാപ്പച്ച. അവന്റെ വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചു. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ, എന്നിട്ട് അവനെന്താ വാക്കു മാറുന്നത്? വാക്കല്ലേ മാറ്റാൻ പറ്റുമോ വാപ്പച്ച? കയ്യും കാലും ഒരു മാറ്റാൻ പറ്റുമോ? ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടേണ്ട ഗതികേട് അവിടെ ഇല്ല എന്നാ പറയണത്. അമ്മാവ രവീന്ദ്രൻ നേരിൽ കണ്ടോ? കണ്ടു. അവന്റെ തന്ത അവനോട് ഇന്ന് നീ മുള്ളരുത് മോനെ എന്ന് പറഞ്ഞാൽ മുള്ളില്ല. അവന്റെ തന്ത പറഞ്ഞിട്ടാണോ അവൻ സുനിതയെ പ്രേമിച്ചത്? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം പാപ്പച്ച? ശരിയാ, ഞാൻ അവനോട് ചോദിക്കാം. എന്റെ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് സുനിതയെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. അച്ഛൻ? എടാ, എനിക്കും ഉണ്ടടാ അച്ഛനും അമ്മയൊക്കെ. ഒരു പാവം പെണ്ണിന്റെ പുറകെ നടന്ന് പ്രേമിച്ച് കെട്ടാൻ കൂട്ടാന്നൊക്കെ വാക്ക് കൊടുത്ത് അവസാനം കാര് മാറുന്നത് തന്തയില്ലായ്മയാണ്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? താനാരാ, അവളുടെ ഗാഡിയനോ? എടാ അവിഞ്ഞ നായരെ, പണ്ട് നിനക്ക് പ്രേമപ്പനി തുടങ്ങിയ കാലത്ത് ഈ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് നീ എന്റെ പുറകെ തേരാപ്പാര നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? അതെല്ലാം ശരിയാ. എന്ന് വിചാരിച്ച് ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടണമെന്നാണോ താൻ പറയുന്നത്? പട്ടി കഴിവരുടെ മോനെ, ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മാധവൻകുട്ടി ജയിലിൽ പോയെങ്കിൽ നീ അവളെ ഉപേക്ഷിക്കുമായിരുന്നില്ലേ? എടാ അരപ്പേ, ആ പെണ്ണ് ഇതിന്റെ പേരിൽ എന്തെങ്കിലും കടുകൈ ചെയ്താ നിന്നെ വെട്ടി കീറി ജയിലിൽ പോവാൻ ഞാൻ മടിക്കില്ല. പറയണത് കേൾക്കൂ. കരഞ്ഞ് ബഹളം വെച്ച് ഇനി അമ്മയെ കൂടി അറിയിക്കണ്ട. മനസ്സാകെ തകർന്നിരിക്കുന്ന സമയ. ഇനി ഇതും കൂടി അറിഞ്ഞ കൂടപ്പറപ്പിന് കൊലയ്ക്ക് കൊടുത്ത ജാതകമായത്. വേണ്ട, ഒന്നും ആശിക്കാൻ. നീ വിഷമിക്കണ്ട, ഞാൻ രവീന്ദ്രനെ കണ്ട് ഒന്നുകൂടെ സംസാരിക്കാം. വേണ്ട, എനിക്ക് വേണ്ടി ഇനി ആരും ബുദ്ധിമുട്ടണ്ട. രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? പാപ്പച്ചൻ ചേട്ടാ, നാളെ ചേട്ടന്റെ പിറന്നാളാണ്. ഇനി ഒരു പിറന്നാളിന് കൂടി ചേട്ടൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സ് വിശ്വസിക്കുന്നില്ല. എനിക്ക് ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തിനപ്പം ഇങ്ങോട്ട് വന്ന് പലരും ഞാൻ അറിയിച്ചിരുന്നല്ലേ? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സുഖം തന്നെയല്ലേ? എന്റെ സുഖാണല്ലോ ഞാൻ ഈ കാണുന്നത്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. നീ ഒരു വിവാഹം കഴിക്കണം. മാധവേട്ടാ, ഒന്നും മറക്കാനാവില്ലെന്ന് എനിക്കറിയാം, പക്ഷെ മറന്നേ പറ്റൂ. ഇല്ല, ഒരിക്കലും മറക്കാനാവില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മാധവേട്ടനോടുകൂടി മാത്രമായിരിക്കും. എന്താ ഈ പറയുന്നത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നൊരു പ്രതിയാണ് ഞാൻ. ഇങ്ങനെ പറയൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ നിനക്കിനി ഇത് മാത്രം ചെയ്യാനാവും. എല്ലാ നന്മകളും നിനക്കുണ്ടാവും. ഓർമ്മയിൽ പോലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ മാധവേട്ടൻ എങ്ങനെ കഴിയുന്നു? ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കുക. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശോഭേ, ആശ്വസിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും വിധിയെന്ന് കരുതി സമാധാനിക്കുക. ഇത്തിരി പ്രാർത്ഥനയും ദൈവവിചാരം ഉണ്ടെങ്കിൽ മനസ്സിനൊരു ധൈര്യം കിട്ടും. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. നിയമത്തിന്റെ പരിധിക്കുള്ളിലുള്ള എന്ത് വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം. എന്താ വേണ്ടതെന്ന് പറയുമോ മാലി? എന്റെ ഗതിയും ഇത് തന്നെ ആവൂ സാർ. എന്ത് ഭ്രാന്താ താനീ പറയുന്നത്? അരുതാത്ത ഒന്നും സംഭവിക്കില്ല.
താൻ ധൈര്യമായിട്ടിരിക്കെ. ഓപ്പൺ. വരൂ. മാതാകുട്ടി മമ്മായിലെ ചെന്നൊന്ന് കാണും. അയാൾക്ക് ഇത്രയെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ. മമ്മാലേ, ഞാൻ പോവാ സാറേ. എല്ലാരും എന്നെ ശപിക്കും. എന്റെ ഉമ്മയും എന്റെ മോളും ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. ഇല്ല മമ്മാലി, മമ്മാലി ആരും ശപിക്കില്ല. ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല. ഇല്ല സാറേ, ശപിക്കും. ഞാൻ ദുഷ്ടനാ. മമ്മാലി, മമ്മാലി എന്തായി കാണിക്കുന്നത്? സാറേ, നാളെ എന്റെ ഉമ്മ വരും. ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം പാപ്പക്കോളെ ഇഷ്ടായിരുന്നെന്ന്, ഒത്തിരി ഇഷ്ടായിരുന്നെന്ന്. പറയാം, ഞാൻ പറയാം. ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രിയിനേക്കാളും ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. മമ്മാലി, എന്റെ തെറ്റ് പടച്ചോനെങ്കിലും ഓർക്കോ ഡോക്ടറെ. നാരായണ, എണീറ്റേ. മണി 12 അടിക്കുന്നു. ഇനി 5.5 മണിക്കൂറുണ്ട് മമ്മാലിക്ക്. എനിക്ക് പുറത്തിട്ട് ഉറക്കം വരുന്നില്ല. ഞങ്ങൾക്കും പറ്റുന്നില്ല റപ്പായി ചേട്ടാ. കുറച്ച് കഴിഞ്ഞ് ഒരാളെ തൂക്കിക്കൊല്ലുന്ന അറിഞ്ഞാ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്റെ കർത്താവേ, എനിക്കെന്റെ മോളെ ഉമ്മേനെ ഒന്ന് കാണണം. സമയം കഴിഞ്ഞു പോയല്ലോ മമ്മാലി. എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ മോളെ ഉമ്മേനെ ഞാൻ ഒന്ന് കണ്ടോട്ടെ സാർ.